വിജയുടെ ലാസ്റ്റ് ഫിലിമിന്റെ ഫസ്റ്റ് ലുക്ക് ജനനായകൻ. വിജയുടെ കരിയറിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് സിനിമ എന്നറിയപ്പെടുന്ന ഒരു സിനിമ, അതും ഫാൻസും സിനിമാ പ്രേമികളും ഒക്കെ കാത്തിരിക്കുന്ന ഒരു സിനിമ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയോ ഇല്ലയോ നമുക്ക് നോക്കാം. ട്വിൻസ് വ്ലോഗ് ബൈ അബി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വിജയ് ഫാൻ എന്നുള്ള നിലയിൽ നമുക്ക് അബിനോട് ചെന്ന് ചോദിച്ചറിയാം കൂടുതൽ ഡീറ്റെയിൽസ്. സാധാരണ ഒരു വിജയ് ഫിലിം ഇറങ്ങുന്ന ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്ന ടൈമിൽ അബി അല്ലെങ്കിൽ അബിയുടെ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന ഒരു കോലാഹലമൊന്നും ഈ ഒരു ഫസ്റ്റ് ലുക്കിൽ ഞാൻ കണ്ടില്ല. പ്രത്യേകിച്ച് വിജയുടെ ലാസ്റ്റ് ഫിലിം കൂടെ ആയ ഈ ടൈമിൽ എന്തുകൊണ്ടായിരിക്കും അത്? അത് ആദ്യം തന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇറക്കുമെന്ന് പറഞ്ഞ ഡേറ്റിൽ ഇത് ഇറക്കിയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ഫെയർവെൽ മൂവി എന്ന നിലക്കാണ് നമ്മൾ എല്ലാവരും, ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിലിം ലവേഴ്സ് ആണെങ്കിലും ഈ സിനിമ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കെ ഒരു ഫെയർവെൽ മൂവിയുടെ ഒരു ടച്ചൊന്നും ഇതുവരെ പ്രൊഡക്ഷൻ ടീമിൻ്റെ വശത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ്സ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഭയങ്കര ആഘോഷത്തോടൊന്നല്ല ആരും തന്നെ സ്വീകരിച്ചത്. അതെന്തുകൊണ്ടാണ് ഒരു ആരവത്തോടെ നിങ്ങൾ സ്വീകരിക്കാഞ്ഞത്? അതുകൊണ്ടാണോ ഫസ്റ്റ് ലുക്കിന് ഒരു ഇമ്പാക്ട് വരുത്താൻ പറ്റാത്തതുകൊണ്ടാണോ നിങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സെക്കൻഡ് ലുക്ക് ഇറക്കിയത്? ഇല്ല, സെക്കൻഡ് ലുക്ക് യൂഷ്വലി എല്ലാ വിജയ് സിനിമക്കും ഇറക്കാറുണ്ട്. മീൻസ് പക്ഷേ ഇത്ര മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ഇറക്കാറില്ലല്ലോ. ഇറക്കാറുണ്ട്, അത് അങ്ങനെ ഇറക്കാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറക്കിയ സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പൊ ലിയോക്കാണെങ്കിലും കോട്ടിനൊക്കെ ആണെങ്കിലും സെക്കൻഡ് ലുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ആവേശമൊന്നും ഇതിന് കണ്ടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പോസ്റ്ററിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊരു പൊളിറ്റിക്കൽ ബേസ്ഡ് പടമാണെന്നുള്ളത്. അതും ആ ഓഡിയൻസ് ആയിട്ട് നിൽക്കണതൊന്നും സാധാരണ ആൾക്കാരല്ല. അത് അപ്പോൾ വിജയുടെ പേഴ്സണൽ ലൈഫാണോ ലാസ്റ്റ് ഫിലിമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഏറെക്കുറെ അങ്ങനെ തോന്നി. കാരണം വിജയ് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ മീറ്റിങ്ങിലാണെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് അപ്പിയറൻസിലാണെങ്കിലും പക്ക ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനായിട്ട് മാറിക്കഴിഞ്ഞു. അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യമാണോ? പേഴ്സണൽ ലൈഫിലെ ഒരു തീം എടുത്തിട്ട് ലാസ്റ്റ് ഫിലിമിലേക്ക് ഇത്രയും വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ഫാൻസ് നോക്കി കാണാൻ നിൽക്കുന്ന ഒരു 69th അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഫിലിമിലേക്ക്, കരിയറിലെ തന്നെ ലാസ്റ്റ് ഫിലിമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്? അതാ പറഞ്ഞത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞ ഒരു ഫാൻ എന്ന നിലക്ക് ഒരു പൊളിറ്റിക്കൽ മൂവി അല്ല എക്സ്പെക്ട് ചെയ്തത്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ശരിക്കും ഇപ്പൊ ഇത് 69 ലാസ്റ്റ് ഫിലിം ആണെന്നുണ്ടെങ്കിൽ ലിയോ ആയിരുന്നു നമുക്ക് ഫെയർവെൽ മൂവി തന്നെ പറയാം. കാരണം അത്രയും കൊമേഴ്ഷ്യൽ എലിമെന്റ്സും വിജയിന് അത്രയും സ്റ്റൈലിഷ് ആയിട്ടും ഒരു ക്ലാസ് സ്റ്റൈലിൽ തന്നെ മ്യൂസിക് ആണെങ്കിലും സിനിമോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ വിജയിന്റെ ലുക്സ് ആണെങ്കിലും കിടിലനായിട്ട് കാണിച്ചൊരു പടം ലിയോ ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമുക്ക് അങ്ങനത്തെ ഒരു പടമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു പടമാകും ഇല്ലയോ എന്നൊന്നും ഇതുവരെ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഫിലിം ഇറങ്ങുന്നതിന് മുമ്പേ ആ 69th അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഫിലിം ഫ്ലോപ്പ് ആയിരിക്കും എന്നാണോ പറയുന്നത്? അല്ലല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു സിനിമക്കും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇത് ഫസ്റ്റ് ലുക്കിന്റെ ബേസിലാണ് നമ്മളിപ്പോൾ വേണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ലുക്ക് തന്നെ ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ജനനായകൻ എന്നുള്ള ടൈറ്റിൽ എന്താ ഒരു എപ്പോഴും ഒരു പൊളിറ്റീഷ്യന് സ്യൂട്ടാവുന്ന ഒരു ടൈറ്റിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പടം ഞാൻ പ്രതീക്ഷിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പടം അല്ല വേണ്ടത്. ഫെയർവെൽ മൂവി വിജയിന്റെ ഫുൾ എലമെന്റ്സ്. അതുകൊണ്ടാണോ സോഷ്യൽ മീഡിയ ഫുൾ സൈലന്റ് ആയ രീതിയിൽ ഒരു ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയതിന് ശേഷവും ഉള്ളത്? ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ ഒരു പൊളിറ്റിക്കൽ മൂവി ആയതുകൊണ്ടാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇമ്പാക്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നോർമൽ വിജയ് മൂവീസിന് കിട്ടണ ആ ഒരു ഇമ്പാക്ട് കുറവായിരുന്നു. വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഉണ്ടാവും കൂടുതൽ. ഇപ്പൊ സിനിമ ആരാധകർ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ലുക്ക് കാണുന്ന ടൈമിൽ അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയമായ ടൈമിൽ അതൊരു പാർട്ടി ബേസ്ഡ് പടമായി. അപ്പൊ വിജയ് അതിനെ ഒരു ടൂളാക്കി മാറ്റി കൺസെപ്റ്റ് ഉള്ളവരൊക്കെ ചിലപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഓൾറെഡി വിജയ് പാർട്ടിയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ ടൈമിൽ വിജയിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ആൾക്കാർ പോലും ഒരു പൊളിറ്റിക്കൽ ഫിലിം ആണെന്ന് പറഞ്ഞപ്പോ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല എന്നാണോ പറയുന്നത്? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അതൊക്കെ തെറ്റാണ്. നമുക്ക് ഇപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് നീ ചോദിക്കണ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റത്തില്ല. ഒരു വിജയ് ഫാൻ എന്ന രീതിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയണമല്ലോ. പറയാം, പക്ഷെ ഇത് ഒരു ഫസ്റ്റ് ലുക്കിന്റെ ബേസിൽ അത്
നമുക്കൊരിക്കലും വിലയിരുത്താൻ പറ്റില്ല സിനിമനെ. പിന്നെ ഒബ്വിയസ്ലി സെക്കൻഡ് ലുക്ക് ഇറങ്ങിയതും ഇഷ്ടമായെന്ന് ചോദിച്ചാൽ പേഴ്സണലി ഇല്ല, എനിക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം ലിയോയുടെ അല്ലെങ്കിൽ ഗോട്ടിൻ്റെ ഒക്കെ പോസ്റ്റേഴ്സ് കണ്ടാൽ മനസ്സിലാവും ഇതൊരു നോർമൽ ഒരു പോസ്റ്റർ, വെറുതെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ, അതും ഒരു കൺസെപ്റ്റ് പോലെ തന്നെ എനിക്ക് തോന്നിയത്, ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് വിജയ് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഒരു സ്റ്റേജിലേക്ക് മാറുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ആ പോസ്റ്റർ ഇറങ്ങുന്നത്. അതിലും MGRന്റെ ആ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ ആണയിട്ടാൽ ആ പാട്ടിൻ്റെ ആ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. വിജയ് ഞാൻ ഇഷ്ടപ്പെടുന്നത് വിജയിൻ്റെ എലമെന്റ്സ് കാണാനാണ്. അപ്പൊ അങ്ങനത്തെ എലമെന്റ്സോട് കൂടിയുള്ള പടം വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഗോട്ടിന്റെ പോസ്റ്റർ ഇറങ്ങിയ ടൈമില് അതിൻ്റെ അകത്ത് ആ പോസ്റ്ററിൽ കുറെ ഫിലിം റിലേറ്റഡ് എലമെന്റ്സ് നമുക്ക് കിട്ടിയായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ജനനായകന്റെ ഫസ്റ്റ് പോസ്റ്റർ അല്ലെങ്കിൽ ആ സെക്കൻഡ് പോസ്റ്ററിൽ പൊളിറ്റിക്സ് എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ എന്ത് എലമെന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് അതിൽ നിന്ന്? ഒരു വിജയ് ഫാൻ നിലക്ക് വിജയിന്റെ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണത് ശരിക്കും. അതെന്താണെന്നറിയോ? എന്താണ്? അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നെല്ലയില് മാസ്റ്ററിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന ടൈമില് വിജയിന്റെ ഷൂട്ടിംഗ് അവിടെ തടഞ്ഞു വെക്കാൻ കുറെ രാഷ്ട്രീയക്കാരും അവിടുത്തെ കുറച്ച് ലോക്കൽ ടീമൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ടൈമിൽ കുറെ വിജയ് ഫാൻസും അല്ലാണ്ട് വിജയിന്റെ സപ്പോർട്ടേഴ്സൊക്കെ വന്നിട്ട് അതിനെ തടയുകയും ആ മാസ്റ്ററിന്റെ ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. അന്ന് നിയമപരമായിട്ടും ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന് ശേഷം അന്നത്തെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആ സ്കെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് വിജയ് അവിടെ ഉണ്ടായ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായ ഒരു ബസ്സിന്റെ മുകളിൽ കയറിയിട്ട് സെൽഫി എടുത്ത്. അന്നാണ് ബസ്സിന്റെ മുകളിൽ നിന്ന് ഒരു സെൽഫി അത്ര ട്രെൻഡ് ആയത് വിജയിന്റെ. അപ്പൊ ആ ഒരു ട്രെൻഡ് പിന്നീട് വിജയ് എല്ലാ ഇൻസിഡന്റിലും കൊണ്ടുണ്ടായിരുന്നു. മീൻസ് ഓഡിയോ ലോഞ്ചിലാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും കേരളത്തിലെ ഫാൻസിനെയൊക്കെ മീറ്റ് ചെയ്തപ്പോഴും ആ സെയിം സെൽഫി തന്നെയാണ്, അങ്ങനത്തെ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പൊ അത് റിയൽ ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് പോസ്റ്ററിലേക്ക് കാണുമ്പോൾ ഓക്കെ, ഹാപ്പിയാണ്. ആസ് എ വിജയ് ഫാൻ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്നേക്കുന്ന ആൾക്കാർ, അത് പൊളിറ്റീഷ്യൻസിനെ പോലത്തെ ആൾക്കാരെ നിർത്തിയിട്ട് വിജയ് ഇപ്പൊ പൊളിറ്റിക്സിൽ കൂടെ ഇറങ്ങിയിട്ട് അത് കണക്ട് ചെയ്യുമ്പോഴാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ഈ ഫിലിം ഇറങ്ങുന്ന ടൈമിൽ അതിൻ്റെ തീം, ആ ഒരു ജനനായകൻ എന്ന് പറയുന്ന ഫിലിമിൻ്റെ തീം പൊളിറ്റിക്സ് അല്ല എന്നാണെങ്കിൽ 100% ഹാപ്പിയാണ്. കാരണം അങ്ങനത്തെ ഒരു പടമാണ് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എക്സ്പെക്ട് ചെയ്യണത്. ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ പടം വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വിജയിന്റെ റീസെന്റ് മൂവീസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയ് ഒരു സോഷ്യൽ എലമെന്റ് അതിൽ കൊണ്ടുതന്നെയാണ് കാണാറുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് സർക്കാർ, അതില് വിജയ് ആളുടെ പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു. തമിഴ്നാട് പൊളിറ്റിക്സ് എന്താണെന്ന് കാണിച്ചു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മെർസലാണെന്നുണ്ടെങ്കിൽ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു സ്പീച്ചൊക്കെ വിജയ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കൽ ആ ലൈനിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമില്ല എന്ന് പറയില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നം ഒരു ഫെയർവെൽ മൂവി എന്ന നിലക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ താൻ ചോദിച്ച പോലെ ഇപ്പൊ അല്ല, വേറൊരു മോഡിലുള്ള പടമാണെന്നുണ്ടെങ്കിൽ 100% ഹാപ്പിയാണ്. അപ്പൊ ഇത്ര നേരം ഒരു വിജയ് ഫാനോടാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടത്. അപ്പൊ ആസ് ഒരു നോർമൽ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു സിനിമ ലവർ എന്ന നിലക്ക് നിനക്ക് എന്താണ് തോന്നണത് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും കാണുമ്പോൾ? എനിക്ക് ആ ലിയോ ഫിലിം ഇറങ്ങിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും തോന്നിയില്ല ഈ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്ക് പോസ്റ്ററിലും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഈ ഒരു സെക്ഷനിലേക്ക് വന്നത്. അതാണ് എൻ്റെ ആൻസർ. ഇമ്പാക്റ്റ് തോന്നിയില്ല? ഇല്ല, എനിക്കൊരു ഇമ്പാക്റ്റും തോന്നിയില്ല. ഫുള്ളി ഇപ്പോ വീട്ടിലാണെങ്കിൽ അബിയുടെ ഭാഗത്തുനിന്നും എനിക്കൊരു ഇമ്പാക്റ്റും തോന്നിയില്ല. പ്രത്യേകിച്ച് ഇതിനെപ്പറ്റിയൊന്നും ഒരു ഡിസ്കഷനൊന്നും നടക്കുന്ന കാണുന്നില്ല. അല്ലെങ്കിൽ എനിക്കാണെങ്കിലും ഓരോ വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയച്ചു തന്ന് ഓരോന്നൊക്കെ കാണിക്കാറുണ്ട്. ഓരോ ഫിലിമിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും എന്തിറങ്ങുമ്പോഴും. അപ്പം ഇതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ പൊതുവെ സോഷ്യൽ മീഡിയയിലും ഇതിനെ പറ്റിയിട്ടൊരു ടോക്ക് നടക്കുന്നത് ഞാൻ കണ്ടില്ല. സോ അതാണ്. അപ്പോൾ പടം ഇറങ്ങുമ്പോൾ കാണും? അത് എന്തായാലും ഓഫ് കോഴ്സ് കാണുമല്ലോ, കൊണ്ടുപോകുമല്ലോ. പടം ഇറങ്ങുമ്പോൾ എന്തായാലും പടം ഇറങ്ങണവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യണത് ഈ പൊളിറ്റിക്സ് ആണോ ഇല്ലയോ, അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ
ലൈൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു പോസ്റ്റർ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. വിജയുടെ പടം ലാസ്റ്റത്തെ പടം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഒരിക്കലും അഭിനയം നിർത്തരുത്, പടം ചെയ്തുകൊണ്ടിരിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് മാത്രമല്ല, ഇത് എന്നെ പോലുള്ള എല്ലാ ഫാൻസിനുള്ള ആഗ്രഹമായിരിക്കും. ആസ് എ പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് വിജയ് എന്നുള്ളത് ഇതുവരെ ഓക്കെയാണ്. പക്ഷെ ഇനി അത് കഴിഞ്ഞിട്ട് ഒരു റോളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. ഇപ്പം കറൻ്റ്ലി എൻ്റെ ഒരു കൺസെപ്റ്റ് വിജയ് സിനിമയിൽ ഇനിയും തുടർന്ന് അഭിനയിക്കണം തന്നെയാണ്. ഇപ്പം ജനനായകൻ ആയാലും നല്ല രീതിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കട്ടെ സിനിമ. ഫസ്റ്റ് ലുക്കിലൊന്നല്ലല്ലോ, ഇനിയും ടീസറുണ്ട്, ട്രെയിലർ ഉണ്ട്, അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് വരാണ്ട്, പാട്ടുകൾ ഇറങ്ങാണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും ജനനായകനിൽ പ്രതീക്ഷയുണ്ട്. പടം എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു വിജയ എലമെൻസ് ഉള്ള ഒരു സിനിമ ആകണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആകണം. അത് കഴിഞ്ഞിറങ്ങുമ്പോഴുള്ള ഫീലൊന്നും എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ശോകമായിരിക്കും. അത് കണ്ടന്നെ അറിയണം എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ബൈ.